ഡൽഹിയിലെ മാർക്കറ്റുകളിലെത്തുന്ന കാർഷികോൽപ്പന്നങ്ങളിൽ ഏറിയ പങ്കും കൃഷി ചെയ്യുന്നത് ഡൽഹിയിൽ തന്നെ. പാവലും ചീരയും വെണ്ടയ്ക്കുമൊക്കെ യമുനയുടെ തീരത്ത് നട്ടു നനച്ച് വളർത്തുന്നു. യമുനാ തീരത്തെ കർഷക ജീവിതം. ഡൽഹിയെ അന്നമൂട്ടുന്നവരെ കുറിച്ചാണ്. യമുനയുടെ തീരത്തെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകരുടെ ജീവിതത്തെക്കുറിച്ച്. ആധുനികതയിൽ തലയുയർത്തി നിൽക്കുന്ന ഡൽഹി നഗരത്തിൽ മണ്ണിനെ ആശ്രയിച്ചു ജീവിക്കുന്ന കാർഷിക ജീവിതങ്ങൾ. മണ്ണിൽ വിയർപ്പൊഴുക്കി കർഷകർ പൊന്നു വിളയിക്കും. വെണ്ടയും പാവലും ചീരയും ഒക്കെ കർഷകർ യമുനയുടെ തീരത്ത് വിളവെടുക്കും. വൈകുന്നേരങ്ങളിൽ ഡൽഹിയിലെ മാർക്കറ്റുകളിലേക്ക് ആ പച്ചക്കറികളെത്തും. ഡൽഹിയുടെ വിശപ്പടക്കുന്ന കർഷകരുടെ ജീവിതം പക്ഷേ ഇവിടെ ഇങ്ങനെയാണ്. മണ്ണിലെ പച്ചപ്പ് ഇന്ന് ആ ജീവിതങ്ങൾക്കില്ല. കൃഷിയിടത്ത് ചെറിയ കുടിലുകൾ കെട്ടിയാണ് 100ഓളം കുടുംബങ്ങളുടെ ജീവിതം. 4 കമ്പു താഴ്ത്തി മറച്ചുകെട്ടിയ ശൗചാലയം. കുട്ടികളും പ്രായമായവരുമടക്കം 5ഓ 6ഓ പേരുണ്ടാകും ഇങ്ങനെ ഓരോ ടെന്റിലും. ഭക്ഷണമുണ്ടാക്കുന്നതും ഉറങ്ങുന്നതും കുട്ടികൾ പഠിക്കുന്നതുമൊക്കെ ഇവിടെയാണ്. दिक्कत तो सब चीज़ है। अब बिल्डोजर जुग्गी तोड़ी गए, बच्चन की स्कूलों के लिए मुसीबत हो, सारो सामान खराब हुई गो, बारिश हुई। अब बताओ बच्चन की एडमिशन हियाँ है, झोपड़ी तोड़ रहे, भगाई रहे तो कहाँ जाए? बच्चन को तो पढ़ाना जरूरी है कि अब भगाई रहे तो जो कहूँ जेबे करी तो हुआ एकदम थोड़ी ना एडमिशन हुई जाए। बच्चन की जिंदगी खराब है या नहीं खराब? വലിച്ചുകെട്ടിയ പോളിത്തീൻ ഷീറ്റുകൾക്കുള്ളിൽ മഴ നനയാതെ സൂക്ഷിച്ചു വെച്ച പുസ്തകങ്ങളുമായി രാവിലെ അവർ സ്കൂളുകളിലേക്ക് പോകും. ഉച്ചയ്ക്ക് ചോറും ദാലും സ്കൂളിൽ നിന്ന് കിട്ടും. കുട്ടികളെ നന്നായി പഠിപ്പിക്കണം. അവർ ഒരു ജോലി സമ്പാദിക്കണം. ബീഹാറിൽ നിന്ന് ഡൽഹിയിലെത്തിയ കുസും കുമാരി പറയുന്നു. बोल रहे हैं कि नहीं रुकने, सरकारी है ये रोकने, वहाँ से ऑर्डर है कि हम तोड़ेंगे। मैं सब यहाँ जाकर वहाँ पर थाना पर बोले कि नहीं रहेंगे तो रहेंगे, यहीं पर रहेंगे, कहीं नहीं जाएंगे यहाँ से। वोटर कार्ड ID कार्ड बना हुआ है यहाँ से कहाँ जाएंगे? തിരിച്ചറിയൽ രേഖയോ സർക്കാർ ആനുകൂല്യങ്ങളോ ഇല്ല. യമുനാ തീരം വിട്ട് കർഷകർ തിരികെ പോകണമെന്നാണ് സർക്കാർ നിലപാട്. പക്ഷേ അന്നം തരുന്ന ഈ മണ്ണ് വിട്ട് എവിടെ പോകുമെന്നാണ് കർഷകരുടെ ചോദ്യം. ഉള്ളിലൊതുക്കിയ നല്ല നാളെയുടെ പ്രതീക്ഷയോടെയാണ് മുന്നോട്ടുള്ള ജീവിതം. എങ്കിലും ഒരു നഗരത്തെ മുഴുവൻ അന്നമൂട്ടുന്നവർ ഇന്ന് ദുരിതത്തിലാണ്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24.